നല്ല നാടൻ വരിക്ക ചക്കപ്പഴം ക്ലീൻ ചെയ്ത് കുരു കളഞ്ഞ് എടുത്തു വയ്ക്കുക. ഇത് കട്ടിംഗ് ബോർഡിൽ നമുക്ക് വെച്ച് ചെറുതായി സ്ലൈസ് ചെയ്യണം. കഴിയുന്നതും ചെറുതായി സ്ലൈസ് ചെയ്യുക. ഇതുപോലെ കണ്ടോ? ഇനിയിപ്പം നമ്മൾ സ്ലൈസ് ചെയ്ത് റെഡിയായി. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കും ഒരു ബൗളിൽ. ഇനി നാടൻ ശർക്കര നമ്മളിതുപോലെ ചീകി ഒരു ബൗളിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കുക. ഇതുണ്ട് ഇതായിട്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അല്പം ഉപ്പും വെള്ളവും ചേർത്ത് മയത്തി ഇതുപോലെ കുഴച്ച് വെക്കുക. ഈ ചക്കപ്പഴം, ചുരണ്ടിയ തേങ്ങ ഒരു 2 കപ്പോളം എടുത്ത് അല്പം ശർക്കരയും കൂടെ, ശർക്കര പുറകെ ഇടുക. ശർക്കരയും കൂടെ ഇട്ട് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടോ ഇതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉണ്ടോ റെഡിയായി. ഇപ്പോൾ മിക്സിങ് റെഡിയായി. ഇനി കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അതെടുത്ത് നമുക്കൊരു വാഴയിലയിലോട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് നല്ലപോലെ പരത്തി എല്ലാം പരത്തി കഴിയുമ്പോൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും അത് ഒരു കുറേശ്ശെ എടുത്ത് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക. അതിന് ശേഷം ഇല മടക്കുക. ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നമുക്ക് ഇനി അപ്പച്ചമ്പിലേക്ക് ആവിയേറ്റാനായിട്ട് വയ്ക്കാം. ഉണ്ടോ ഇതുപോലെ. ഇനി അതിന് ശേഷം എല്ലാം എടുത്തു വെച്ച ശേഷം മൂടി നല്ലപോലെ അടച്ചു വെച്ച് നല്ലപോലെ ആവിക്ക് ഒരു 20 മിനിറ്റ് നേരം ആവി കയറ്റുക. അതിന് ശേഷം കണ്ടോ ചക്കപ്പഴ ഇലയുടെ റെഡിയായി. നമ്മൾ നല്ല സൂപ്പർ നാടൻ ചക്കപ്പഴ ഇല. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ സൂപ്പർ ഇലയുടെയാണ് ഇത്. നല്ല മുറിച്ച്